പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? 1989. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. ഗോത്രവിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര്? നഞ്ചിയമ്മ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? നിലമ്പൂർ ആയിഷ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രം. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷമേത്? 1948. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? 1989. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. ഗോത്രവിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര്? നഞ്ചിയമ്മ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? നിലമ്പൂർ ആയിഷ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. കെ ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രം. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷമേത്? 1948. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി ഏത്? ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശമേത്? പർവ്വത പ്രദേശം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമേത്? അസ്തനോസ്ഫിയർ. ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമേത്? കാമ്പ്. ആകെ അന്തരീക്ഷവായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ വരെ. മഴവെള്ളത്തിൻ്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5-ൽ കുറവാണെങ്കിൽ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ. റേഡിയോ
തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് പർവ്വതനിര. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി ഏത്? ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏത്? പർവ്വത പ്രദേശം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമേത്? അസ്തനോസ്ഫിയർ. ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമേത്? കാമ്പ്. ആകെ അന്തരീക്ഷവായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ വരെ. മഴവെള്ളത്തിന്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5-ൽ കുറവാണെങ്കിൽ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി ഏത്? മിസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാമരമാകുന്ന അന്തരീക്ഷപാളി ഏത്? മിസോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രതിക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് പർവ്വതനിര. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത്? 1989. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. ഗോത്രവിഭാഗത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാര്? നഞ്ചിയമ്മ. ആരുടെ ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ? നിലമ്പൂർ ആയിഷ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. E.K. ജാനകി അമ്മാൾ ഏത് ശാസ്ത്ര മേഖലയിലാണ് മികവ് തെളിയിച്ചത്? സസ്യശാസ്ത്രം. ഭിന്നശേഷിക്കാരായ അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായികമേളയായ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷമേത്? 1948. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 15. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളി ഏത്? ഭൂവൽക്കം. വൻകര ഭൂവൽക്കത്തിന് ഏറ്റവും കനം കൂടുതലുള്ള പ്രദേശം ഏത്? പർവ്വത പ്രദേശം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമേത്? അസ്തനോസ്ഫിയർ. ഭൗമഘടനയിൽ നിഫെ എന്നറിയപ്പെടുന്ന ഭാഗമേത്? കാമ്പ്. ആകെ അന്തരീക്ഷവായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരം വരെയാണ്? 29 കിലോമീറ്റർ വരെ. മഴവെള്ളത്തിന്റെ pH മൂല്യം ഏതളവിൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്? 5-ൽ കുറവാണെങ്കിൽ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി ഏത്? മിസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന അന്തരീക്ഷപാളി ഏത്? മിസോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? അരക്കൻ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് പർവ്വതനിര.